സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മെയിൻസിൻ്റെ ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നുമുള്ള MCQ ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹു ഡിഫൈൻഡ് മാനേജ്മെൻറ്റ് ആസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ആർട്ട് ഓഫ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഹെൻറി ഫയോള്, FW ടൈലർ, മേരി പാർക്കർ ഫോലറ്റ്, ചാൾസ് റൈനോൾഡ്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, മേരി പാർക്കർ ഫോലറ്റ് ആണ് ശരി ഉത്തരം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മേരി പാർക്കർ ഫോലറ്റ് ഡിസ്ക്രൈബ്ഡ് മാനേജ്മെൻറ്റ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ദിസ് ഡെഫിനിഷൻ എംഫസൈസസ് ദ ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് ഇൻ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ്. അപ്പോൾ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ബൈ കോർഡിനേറ്റിംഗ് ദ എഫേർട്ട് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ MP ഫോലറ്റ് ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്ലീപ്പിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷൻ അല്ല. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ആർ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ ഈ 5 എണ്ണമാണ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് വരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നില്ല. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് എഫക്റ്റീവ്നെസ് ഇൻ മാനേജ്മെൻറ്റ് ഈസ് ട്രൂ. മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഏതാണ്? എഫക്റ്റീവ്നെസ് മീൻസ് ഡൂയിങ് എ ടാസ്ക് വിത്ത് മിനിമം റിസോഴ്സസ്. കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാസ്ക് ചെയ്യുകയാണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് റെഫേഴ്സ് ടു അച്ചീവിങ് ദ ഡിസൈഡ് റിസൾട്ട്. അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുക എന്നതാണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് മീൻസ് മിനിമൈസിങ് ദ കോസ്റ്റ് കുറക്കുക എന്നതാണ്. എഫക്റ്റീവ്നെസ് അൺറിലേറ്റഡ് ടു ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ ഇതിൽ ശരിയായിട്ട് വരുന്നത്, ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് റെഫേഴ്സ് ടു അച്ചീവിങ് ദ ഡിസൈഡ് റിസൾട്ട് എന്നതാണ്. അതായത് ഡിസൈഡ് റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്നതാണ് എഫക്റ്റീവ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, എഫക്റ്റീവ്നെസ് ഇൻ മാനേജ്മെൻറ്റ് ഈസ് എബൌട്ട് കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റീസ് സോ ദാറ്റ് ഓർഗനൈസേഷണൽ ഗോൾസ് ആർ അറ്റൈൻഡ്, ദാറ്റ് ഈസ് അച്ചീവിങ് ദ റൈറ്റ് ഔട്ട്കംസ്. അതായത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, അച്ചീവിങ് ദ റൈറ്റ് ഔട്ട്കം. അതാണ് എന്തെന്ന് പറയുന്നത്, എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്, പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്. അപ്പോൾ അതെന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്, ഹെൻറി ഫയോൾ ഡിഫൈൻഡ് മാനേജ്മെൻറ്റ് ആസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. അപ്പോൾ ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്നു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൂയിങ് തിങ്സ് റൈറ്റ്, കാര്യങ്ങൾ ശരിയായി ചെയ്യുക, ആൻഡ് ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്.
ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് തിങ്സ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണോ എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണോ? ഹെൻറി ഫയോളാണോ അത് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, രണ്ടാമത് തെറ്റാണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. ഈ പ്രസ്താവന ശരിയാണ്. പക്ഷേ ഹെൻറി ഫയോൾ അല്ല ഡൂയിങ് റൈറ്റ് തിങ്സ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് റൈറ്റ് തിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? പീറ്റർ ഡ്രക്കറാണ്. പീറ്റർ ഡ്രക്കറാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഹെൻറി ഫയോൾ അല്ല. അടുത്ത ചോദ്യം, മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ? എങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനാണ് മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് വരുന്നത്? ഒൺലി ലാർജ്, ഒൺലി പ്രൈവറ്റ്, ഓൾ ടൈപ്പ്, ഒൺലി ഗവൺമെൻറ് ഓർഗനൈസേഷൻ? മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷൻസിനും വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ഓൾ ടൈപ്പ്. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പായിട്ടുള്ള ഓർഗനൈസേഷനും എസെൻഷ്യലാണ്, റിഗാർഡ്ലെസ് ഓഫ് ദെയർ സൈസ്, ഓണർഷിപ്പ്, സ്ട്രക്ചർ. ഇറ്റ് എൻഷുവേഴ്സ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷൻസിനും മാനേജ്മെൻറ്റ് എസെൻഷ്യലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിഫൈൻ എഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റിൽ എഫിഷ്യൻസിയെ ബെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. അച്ചീവിങ് ടാർഗറ്റ് റിഗാർഡ്ലെസ് ഓഫ് റിസോഴ്സസ് യൂസ്ഡ്. അടുത്തത് ഡൂയിങ് ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് ടൈം, കുറഞ്ഞ സമയത്തിൽ ടാസ്ക് ചെയ്യുക. മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. യൂട്ടിലൈസിങ് അൺലിമിറ്റഡ് റിസോഴ്സസ്. അതിലെന്താണ് നമുക്ക് എഫിഷ്യൻസിയെ ബെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഡൂയിങ് ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് ടൈം, വളരെ കുറഞ്ഞ കോസ്റ്റിലും അതുപോലെ തന്നെ ടൈമിലും എന്ത് ചെയ്യണം? ടാസ്ക് ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഡൂയിങ് ടാസ്ക് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് ടൈമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. എഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ് മീൻസ് ക്യാരിയിങ് ഔട്ട് ആക്ടിവിറ്റീസ് ഇൻ എ വേ ദാറ്റ് മിനിമൈസസ് ദ യൂസേജ് ഓഫ് റിസോഴ്സസ് സച്ച് ആസ് കോസ്റ്റ്, ടൈം ആൻഡ് എഫേർട്ട്, എൻഷുറിങ് ടാസ്ക് ആർ പെർഫോംഡ് കറക്റ്റ്ലി ആൻഡ് ഒപ്റ്റിമലി. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്. ഹു ഡിഫൈൻ മാനേജ്മെൻറ്റ് ആസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ? ആരാണ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്? ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഇങ്ങനെ ആരാ പറഞ്ഞ? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. MP ഫോലറ്റ്, FW ടൈലർ, ഹെൻറി ഫയോൾ, പീറ്റർ ഡ്രക്കർ. ഇതിൽ ആരാണ്? ഹെൻറി ഫയോളാണ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് ടു കോഓർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ് നമ്മളിവിടെ കണ്ടത്. ഹെൻറി ഫയോൾ ഡിസ്ക്രൈബ്ഡ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ് ഇൻവോൾവിങ് ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോഓർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ദെർബൈ ലേയിങ് ദ ഫൗണ്ടേഷൻ ഫോർ ദ മോഡേൺ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. അങ്ങനെ മോഡേൺ മാനേജ്മെൻറ്റ് ഫങ്ഷൻ്റെ ഫൗണ്ടേഷൻ കൊടുക്കുക എന്നതാണ് ഹെൻറി ഫയോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് അക്കോർഡിംഗ് ടു പീറ്റർ ഡ്രക്കർ? പീറ്റർ ഡ്രക്കറിൻ്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്.
അടുത്ത മാനേജ്മെൻറ്റ് ഈസ് ഓൺലി അബൌട്ട് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. മാനേജ്മെൻറ്റ് ഈസ് അബൌട്ട് എൻഫോഴ്സിങ് റൂൾസ്. മാനേജ്മെൻറ്റ് ഈസ് എ സെയിം ആസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എന്താണ് നമ്മൾ പീറ്റർ ഡ്രക്കർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. അതാണ് പീറ്റർ ഡ്രക്കർ എൻ്റെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ് ആൻഡ് ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഓക്കെ, അത് പീറ്റർ ഡ്രക്കറാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ് ആൻഡ് ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. എക്സ്പ്ലനേഷൻ പറയാം. പീറ്റർ ഡ്രക്കർ ഡിസ്റ്റിങ്വിഷ്ഡ് മാനേജ്മെൻറ്റ് ഫ്രം leadership by emphasizing the operational excellence in management and strategic decision making in leadership. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്? എന്താണ് എഫിഷ്യൻസി, എന്താണ് എഫക്റ്റീവ്നെസ്? മാനേജ്മെൻറ്റിലെ രണ്ട് കീ വേർഡ്സാണ് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. എഫിഷ്യൻസി ഫോക്കസസ് ഓൺ റിസൾട്ട്, എഫക്റ്റീവ്നെസ് ഓൺ റിസോഴ്സസ് യൂസ്ഡ്. രണ്ടാമത്തത് എഫക്റ്റീവ്നെസ് എബൌട്ട് മിനിമൈസിങ് ഇൻപുട്ട്, എഫിഷ്യൻസി ഈസ് എബൌട്ട് മാക്സിമൈസിങ് ഔട്ട്പുട്ട്. എഫിഷ്യൻസി മീൻസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, എഫക്റ്റീവ്നെസ് മീൻസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡൂയിങ് തിങ്സ് റൈറ്റ്, കാര്യങ്ങൾ ശരിയായി ചെയ്യുക. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ശരിയായി ചെയ്യുക, ഡൂയിങ് തിങ്സ് റൈറ്റ് ആണ് എഫിഷ്യൻസി. ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. എഫിഷ്യൻസി റിലേറ്റഡ് ടു how well resources are used, while effectiveness is about achieving the desired outcomes or goals regardless of resource consumption. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഡിസയർ ചെയ്യുന്ന ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നതാണ് എഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എഫിഷ്യൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് എന്നും കൂടി വരുന്നുണ്ട്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കണ്ടംപററി അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്? താഴെപ്പറയുന്നവയിൽ മാനേജ്മെൻറ്റിൻ്റെ കണ്ടംപററി അപ്രോച്ചിൽ വരാത്തത് എന്താണ്? സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്, ലീൻ മാനേജ്മെൻറ്റ്, ഫ്യൂഡൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ കണ്ടംപററി അപ്രോച്ചിൽ വരാത്തതാണ് ഫ്യൂഡൽ മാനേജ്മെൻറ്റ്. ഫ്യൂഡൽ മാനേജ്മെൻറ്റാണ് കണ്ടംപററി അപ്രോച്ചിൽ വരാത്തത്. കണ്ടംപററി അപ്രോച്ചിൽ വരുന്നതാണ് സിസ്റ്റം അപ്രോച്ച്, അതുപോലെ തന്നെ കണ്ടിജൻസി അപ്രോച്ച്, ലീൻ മാനേജ്മെൻറ്റ്, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്യൂഡൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടംപററി അപ്രോച്ചിൽ വരുന്നില്ല. കണ്ടംപററി അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ലീൻ മാനേജ്മെൻറ്റ് ആൻഡ് അജൈൽ മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് കണ്ടംപററി അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഫ്യൂഡൽ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ മോഡേൺ മാനേജ്മെൻറ്റ് അപ്രോച്ച്. അപ്പോൾ ഒരു മോഡേൺ മാനേജ്മെൻറ്റ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെടുന്നതല്ല ഫ്യൂഡൽ മാനേജ്മെൻറ്റ് എന്നത് മനസ്സിലാക്കുക. അടുത്തത്, വാട്ട് ഈസ് ഓർഗനൈസിങ് റെഫേഴ്സ് ടു ആസ് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്? ഓർഗനൈസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷനായിട്ട് വരുന്നത്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അറേഞ്ചിങ് റിസോഴ്സസ് ആൻഡ് ടാസ്ക് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്, സൂപ്പർവൈസിങ് ഡയറക്ട്ലി, മേക്കിംഗ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. അപ്പോൾ ഈ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ, ഓർഗനൈസിങ് മീൻസ് അറേഞ്ചിങ്. ആൻസർ ബി ആണ്.
arranging resources and tasks to achieve objectives. Organizing involves setting up the internal structure of the organization by allocating resources and arranging activities for goal achievement. അടുത്തത് which function of the management include recruitment, training and development of employees. റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ ട്രെയിനിങ്ങും പിന്നെ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആൻസർ എന്താണ്? സ്റ്റാഫിംഗ് ആണ്. റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് എന്താണ്? സ്റ്റാഫിംഗ് ആണ് ആൻസർ വരുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ ഫങ്ഷൻ that involve obtaining, training and retaining the workforce needed for the organization success. Okay. അടുത്തത് അക്കോർഡിംഗ് ടു ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വാട്ട് ഡസ് കൺട്രോളിങ് എൻഷ്യൂർ? അപ്പോൾ കൺട്രോളിങ് എന്ന് പറയുന്നത് എന്താണ് എൻഷ്യൂർ ചെയ്യുന്നത്? ഗോൾസ് ആർ സെറ്റ് ആണോ, റിസോഴ്സസ് ആർ പർച്ചേസ്ഡ് ആണോ, ആക്ച്വൽ പെർഫോമൻസ് മാച്ചസ് പ്ലാൻഡ് പെർഫോമൻസ് ആണോ, ഐഡിയാസ് ആർ ജനറേറ്റഡ് ആണോ? ഈ 4 ഓപ്ഷൻസിലും ആൻസർ എന്താണ്? കൺട്രോളിംഗ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ് മാച്ചസ് പ്ലാൻഡ് പെർഫോമൻസ്. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് തന്നെ ആക്ച്വലായിട്ട് കിട്ടുക എന്നതാണ് കൺട്രോളിംഗ് കൊണ്ട് എൻഷുർ ചെയ്യുന്നത്. കൺട്രോളിംഗ് ഫങ്ഷൻ ഇൻവോൾവ്സ് മോണിറ്ററിംഗ് ആക്ടിവിറ്റീസ്, കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ടു എൻഷുർ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് മാച്ച്? തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള മാച്ച് ഏതാണ്? ഫയോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. കൂൺസ് ആൻഡ് വെയിൻറിച്ച് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻഡ് എൻവയർമെൻറ്റ്. ആൻസർ സി ടൈലർ TQM അപ്രോച്ച്. ഡി പീറ്റർ ഡ്രക്കർ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ മാച്ചായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. കൂൺസ് ആൻഡ് വെയിൻറിച്ച് അവരെന്താ പറയുന്നത്? കൂൺസ് ആൻഡ് വെയിൻറിച്ച് പറയുന്നത് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻഡ് എൻവയർമെൻറ്റ് എന്നാണ് ശരിയായിട്ട് വരുന്നത്. കൂൺസ് ആൻഡ് വെയിൻറിച്ച് ഡിഫൈൻ മാനേജ്മെൻറ്റ് ആസ് designing and maintaining an environment in which individual work efficiently to accomplish group goals. അടുത്ത ചോദ്യം, ഇൻക്രീസിംഗ് റോൾ ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് ഇൻ മാനേജ്മെൻറ്റ് ഫോൾസ് അണ്ടർ വിച്ച് അപ്രോച്ച്? ക്ലാസിക്കൽ, ബ്യൂറോക്രാറ്റിക്, കണ്ടംപററി, ട്രഡീഷണൽ? അത് കണ്ടംപററി അപ്രോച്ചാണ്. ഇൻക്രീസിംഗ് റോൾ ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഇൻ മാനേജ്മെൻറ്റ് falls under which approach? Contemporary. Technology, innovation, agile and lean are component of the contemporary approach to management, emphasizing adaptability and competitiveness in the modern environment. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഴയ UGC നെറ്റ് സെറ്റ് അതുപോലെ തന്നെ UPSCയിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ക്ലാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക.